ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഓണം കളക്ഷൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് കുറച്ച് എപ്പോഴും ക്രീം ഇട്ടാൽ എങ്ങനെയാ, അല്ലെങ്കിൽ ആ ഒരു കളറ് ഇട്ടാൽ എങ്ങനെയാന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് കളറാണ് കളറായിട്ടുള്ള മൽച്ചന്തേരിയിലാണ്. അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ. അതും റെയർ ഷെയ്ഡ്സ്. എപ്പം എന്റെ വീഡിയോയിലും എല്ലാം പിങ്കും മെറൂണും വന്നിട്ട് എല്ലാരും പറയും. അപ്പൊ ഞാൻ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെ ചെയ്തേക്കുന്നത്. അതും നല്ല അടിപൊളി, നല്ല രസമാണ്. ഈ മൽച്ചന്തേരി നമ്മൾ ഫാബ്രിക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇതാണ്. അതിനകത്തോട്ട് നല്ല റെഡ് കളർ ഇതേപോലെ ഒരു നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്രോക്ക് സ്റ്റൈല്. നമുക്കിപ്പോ എല്ലാവരും അങ്ങനെയാണ് ഒരു ഫ്രോക്ക് സ്റ്റൈല്. ബോട്ടം ഇല്ലാണ്ട് എങ്ങനെയാ വേറെ ചെയ്യണേ, അങ്ങനത്തെ പാറ്റേൺസ് ചോദിക്കുന്നത്. കാരണം ബോട്ടം കാണുന്നതിന് നല്ലത് ഉള്ളിൽ ഒരു ബോട്ടം ഇട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. അപ്പൊ ഇത് നല്ലൊരു പിസ്ത ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ റെഡ് കളറിൽ ഇതുപോലെ എന്താ പറയാ ത്രെഡ് കൊണ്ടുള്ള വർക്കാ ചെയ്തേക്കുന്നത്. കട്ട് ബീഡ്സും നമ്മൾ കുറച്ച് മാറ്റിച്ചേക്കാണ്. ഒത്തിരി ഷൈനിങ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക്. അപ്പൊ എപ്പോഴും സ്ലീവ് ഒക്കെ ഒരേപോലെ ആവാതിരിക്കാനായിട്ട് ഞാനിപ്പോ ഒരു പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് ഇറക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലോട്ട്. അതല്ല, ഇനിയിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് നോർമൽ സ്ലീവ് മതിയെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടും ചെയ്യാം. പക്ഷെ ഈ മൽ ഫാബ്രിക്, ഈ മലൈ ചന്തേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭയങ്കര ഒരു ലൈറ്റ് ആണത്. അതുകൊണ്ട് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇങ്ങനെ കുറച്ച് ലൂസ് ഫിറ്റ് ആയിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഏജ് ഉള്ളവര് പറയും എനിക്ക് സ്യൂട്ട് ആവില്ല എന്ന്. അങ്ങനെയൊന്നല്ല. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ട് ആവില്ല എന്ന് തോന്നും. പക്ഷെ എല്ലാവർക്കും നല്ല മാച്ച് ആവൂട്ടോ. ഇതുപോലെ ഇതിന്റെ യോക്കിലെ വർക്ക് ഞാൻ കാണിച്ചു തരാം. അത് ആ പിസ്ത കളറിലോട്ട് ഇതുപോലെ ആ എംബ്രോയിഡറിയും ചെറിയ ബീഡ്സ്, ഒരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, പിങ്ക് കളർ സീക്വൻസ് ഓൾ ഓവർ കട്ട് ബീഡ്സും പോയിട്ടുണ്ട്. അതുപോലെ ആ റെഡ് വർക്ക് ആ ഗ്രീനിന് ഭയങ്കര ഭംഗിയാട്ടോ. പിസ്ത ഷെയ്ഡാണ്. അപ്പം ഇതൊരു പാറ്റേൺ 48 ലെങ്ത് ആണ്. കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അടുത്ത പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. യെല്ലോ ഷെയ്ഡ് ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞു, ഇത് ഓവറായിട്ട് നിൽക്കണ യെല്ലോ അല്ല. അത് മാത്രമല്ല ഫാബ്രിക് മൽച്ചന്തേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മിഡിലോട്ട് നമ്മൾ ഇതേപോലെ കണ്ടോ, ഈ ഒരു പാറ്റേണിലോട്ട് സെൻട്രലിൽ ഒരു ഫ്ലോറൽ, അതായത് മൽച്ചന്തേരിയുടെ തന്നെ ഫ്ലവേഴ്സ് വരുന്ന ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേൺ കൊടുത്തിട്ട് ബാക്കും ഫ്രണ്ടും ആ യോക്കൊക്കെ സ്ലീവും പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ബാക്ക് പ്ലെയിൻ ആയിട്ട് കോട്ടൺ ലൈനിങ് ആണ്. സ്ലീവിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യോക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ ഈ ഒരു എന്താ പറയുക നല്ലൊരു ഓണിയൻ ഷെയ്ഡ് ആട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് ഫുൾ ഫ്ലോറൽ ത്രെഡ് കൊണ്ടുള്ള വർക്കും എംബ്രോയിഡറിയും. അപ്പൊ നമ്മൾ അതിന്റെ യോക്ക് പ്ലെയിൻ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിൻടെക് സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഫുൾ ഈ ഒരു മൽച്ചന്തേരിയുടെ ഫുൾ ഫ്ലോറൽ വന്നേക്കുന്ന ഇതാണ്. ഫുൾ ത്രെഡ് ആണ് കണ്ടോ, ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെ വന്നേക്കുന്ന, അതേപോലെ വന്നേക്കുന്ന ഫുൾ ത്രെഡ് വർക്ക്. അപ്പം ഇതിന്റെ തന്നെ അടുത്ത കളർ ഉണ്ട്, നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലോട്ട്. ഇതേപോലെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റേ കളർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. അപ്പം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ടും ത്രെഡ് കണ്ടോ, അങ്കരക്ക സ്റ്റൈലിലോട്ട് ചെറിയ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കാൽപ്പ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ ബോർഡർ മൊത്തം നമ്മൾ ത്രെഡ് വർക്ക് ഹാൻഡ് കൊണ്ട് ചെയ്തേക്കുന്നതാണ്. അത് മെഷീൻ, അത് മാത്രമല്ല ജസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഇത് ഡൈ ചെയ്ത് വരുന്നതാണ്. പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക് ആണ്. അപ്പൊ അത് ഡൈ ചെയ്ത് വരുന്ന. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എപ്പോഴും കാണുന്നതിലും കട്ട് ബീഡ്സ് ഒക്കെ വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു അങ്കരക്ക സ്റ്റൈലിലോട്ട് ഇതുപോലെ ചെറിയ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയാ ഒരു ബോക്സ് പോലെ ഒരു യോക്കൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും മിസ് ചെയ്യരുത്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല രസം. ഇത് ആ പാറ്റേണും ഇതുപോലെ ആ ഫാബ്രിക് മൽച്ചന്തേരിയുടെ ഫാബ്രിക്കും എല്ലാം കൂടി നല്ല രസമാണ്. ഇത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സൈഡിലോട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് ഞാൻ ബ്ലാക്ക് ബോട്ടം ആയിട്ട് ഇട്ടേക്കുന്നത്. എ ലൈനിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു സൈഡ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ യോക്കായിട്ട് നമുക്ക് ഭയങ്കര ഒതുങ്ങി തോന്നും. ഈ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് സൈഡിലോട്ടും ബാക്കും എല്ലാം പ്ലെയിൻ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയില്ലേ, നല്ല. ഇതിനകത്ത് ഫുൾ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്ക് നമ്മൾ ഇതുപോലെ ഒരു പിൻടെക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും പിൻടെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വെയർ ചെയ്യാം. അതുപോലെ ഭംഗിയാണ്. ബാക്കൊക്കെ ഫുൾ ഈ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അപ്പം ഇതിന്റെ എല്ലാം ഈ ഒരു ഷേപ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് പോലെ വെയർ ചെയ്യട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു വിത്തിൻ 10 ഡേയ്സ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യാം. കാരണം റെഡി പീസ് കുറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.